ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജാസ്മിനെ കുറിച്ച് അഫ്സലിന്റെ ഉമ്മ പറയുന്ന ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്, ഒരു കോൾ റെക്കോർഡാണ് നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കുന്നത്. ഏതായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വിവാദങ്ങളിലേക്കാണ് ഇപ്പോൾ അഫ്സൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എയർപോർട്ടിലേക്ക് നമ്മുടെ ജാസ്മിന്റെ ഫാമിലിയെ കൊണ്ടാക്കാൻ വന്നു എന്നുള്ളതും പിന്നീട് അത് കൊണ്ടാക്കാൻ വന്നിട്ടില്ല എന്നുള്ളതൊക്കെ ബന്ധപ്പെട്ടിട്ട് പലരും പല ഊഹാപോഹങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പല നാടകങ്ങൾ അഫ്സൽ കളിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് പല രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ സത്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് പലരും പല രീതിയിൽ പറയുന്നുണ്ട്. നമുക്കതിനെപ്പറ്റി കൃത്യമായിട്ട് ഇപ്പോഴും എന്താണ് സത്യമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. ഏതായാലും ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു വാർത്തയാണ്. അതായത് ജാസ്മിനെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ, ജാസ്മിനും നമ്മുടെ അഫ്സലും പ്രണയിച്ച് നടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളും ഉമ്മ വെട്ടി തുറന്ന് തന്നെ പറയുന്നുണ്ട്. ഉമ്മയുടെ ഉള്ളിൽ ജാസ്മിനുള്ള സ്ഥാനം എന്താണ് എന്നുള്ളത് തന്നെയാണ് നിങ്ങളെല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ടത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, എന്തുകൊണ്ടാണ് ഈ ഉമ്മ ഇങ്ങനെയൊക്കെ പറയാൻ കാരണമെന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ആ വോയിസ് മതിയാണ്, യൂട്യൂബറാണ്, അവളെ ഒരുപാട് വ്ളോഗിടും. പക്ഷെ മുന്നേ രക്ഷപ്പെട്ടു, ഇനിയിപ്പോ അടുത്ത ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്നവൻ പെടാൻ പോണതേ ഉള്ളൂ എന്നൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട്. ദൈവമേ, അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊക്കെ ആകെ വിഷമമായി. ചെറുക്കനെ അമ്മ ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറയും. ഞാൻ അതുകൊണ്ട് ഈ കൊച്ചിനെ പറ്റി ഇപ്പൊ ഇവനടുത്ത് ഒന്നും ചോദിക്കാറില്ല, ഒരു വക ചോദിക്കാറില്ല. ഞാനിത് സപ്പോർട്ട് അല്ല മോനെ, ഞാനിതിൽ സപ്പോർട്ട് ചെയ്യില്ല മോനെ, നിന്റെ ലൈഫ് നീ ആയിട്ട് ഇല്ലാതാക്കല്ല മോനെ എന്നൊക്കെ ഞാൻ ഇപ്പോഴും അവന് ബുദ്ധി പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. അവന് മനസ്സിലാകുന്നില്ല. യൂട്യൂബറാണ്, അവളെ ഒരുപാട് വ്ളോഗിടും. പക്ഷെ മുന്നേ രക്ഷപ്പെട്ടു, ഇനിയിപ്പോ അടുത്ത ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്നവൻ പെടാൻ പോണതേ ഉള്ളൂ എന്നൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട്. ദൈവമേ, അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊക്കെ ആകെ വിഷമമായി. ചെറുക്കനെ ഇതൊക്കെ അമ്മ ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറയും. ഞാൻ അതുകൊണ്ട് ഈ കൊച്ചിനെ പറ്റി ഇപ്പൊ ഇവനടുത്ത് ഒന്നും ചോദിക്കാറില്ല, ഒരു വക ചോദിക്കാറില്ല. ഞാനിത് സപ്പോർട്ട് അല്ല മോനെ, ഞാനിതിൽ സപ്പോർട്ട് ചെയ്യില്ല മോനെ, നിന്റെ ലൈഫ് നീ ആയിട്ട് ഇല്ലാതാക്കല്ല മോനെ എന്നൊക്കെ ഞാൻ ഇപ്പോഴും അവന് ബുദ്ധി പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. അവന് മനസ്സിലാകുന്നില്ല. എക്സിബിഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ സാധനം കൊണ്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുമ്പോ അഫ്സലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. നിരന്തരം ഫോൺ ചെയ്തോണ്ടേയിരുന്നു ആരും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ആരാ മോനെന്ന് ചോദിച്ചു. അത് അമ്മ, അത് ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി അറിയാം. അവന് എന്താ കുട്ടിക്ക് ഇപ്പൊ എന്താ കുഴപ്പം, അത് അമ്മയ്ക്ക് പ്രശ്നമായി കിടക്കുകയാണ്. അപ്പോഴവർക്ക് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നേ കുട്ടി വേണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഇവന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ഇവന്റെ അടുത്ത് ഒന്നും പറയുന്നത്, നിനക്ക് ആലോചിച്ച് എന്താണെന്നുള്ള തീരുമാനിക്കുന്നേ, നീ എന്റെ അടുത്ത് എന്തിനാ ചോദിക്കുന്നത്, നീ എന്റെ ഓപ്ഷൻ എന്തിനാ ചോദിക്കുന്നത് എന്നൊക്കെ ഇവ പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തുവാടാ കാര്യം, ആ കുട്ടിക്ക് ആ പയ്യനെ ഇഷ്ടമില്ല ഇപ്പം, എന്താണ് ആ കാര്യം? അല്ല അമ്മ, ആ പയ്യൻ എല്ലാത്തിലും കേറി ായിട്ട് നീ എന്തിനായി കൂട്ടുവയ്ക്കുന്നത്, ഇവരൊക്കെ സെലിബ്രിറ്റികളാണ്, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി അഫ്സൽ തലയിടല്ലേ ഞാൻ ഇവനോട് പറയുന്നുണ്ട്. ഇവനവിടെ ആ പെണ്ണ് വിളിച്ചോണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് ഇവ എന്ത് ചെയ്തു, നീ എന്റെ ഉമ്മയോട് സംസാരിക്കാൻ തോന്നി, എന്റെ കയ്യിൽ ഫോൺ തന്നു, എനിക്ക് ഇവിടെ ആരാന്ന് കൂട്ടി പറയും. എന്നിട്ട് ഞാന് അഫ്സൽ എന്റെ കയ്യിൽ ഫോണിങ് തന്നു, അവൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ, ഹലോ എന്താ ആരാണെന്ന് ചോദിച്ചപ്പോ ഉമ്മ ഞാൻ ജാസ്മീനാണ്. അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അല്ല, ഞാന് ഇങ്ങനെ ഒരു വിഷമത്തിലാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ മോക്ക് തീരുമാനിക്കാം, മോളുടെ കല്യാണം വേണ്ടേ എന്നുള്ളത് മോക്ക് തീരുമാനിക്കാം. മോളുടെ പാരന്റ്സിനോട് പറയും, പഠിത്തമൊക്കെ നിർത്തി. അപ്പൊ ഈ പഠിത്തം നിർത്തിയതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നത്. പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കേ, അപ്പൊ ഇപ്പൊ കല്യാണമൊക്കെ പിന്നെ ആക്കി വെക്കേ. അതാ നിങ്ങൾ തീരുമാനിക്കും, നിങ്ങളുടെ പാരന്റ്സിനോട് പറഞ്ഞത് മോള് തീരുമാനിക്കേ, വിഷമിക്കൊന്നും വേണ്ട, ആക്റ്റീവ് ആവുന്നു. ഞാനങ്ങ് വെച്ച് കേട്ടോ, ഞാനങ്ങ് വണ്ടിയിൽ ഫോൺ കൊടുത്തു. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാ എന്റെ കയ്യിൽ ഫോൺ തന്നെ, ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണിന്റെ ഫോൺ എന്റെ കയ്യിൽ തന്നെ എന്തിനാ? അല്ല അമ്മ പറയുമ്പോ ഒരു സമാധാനമായി. അവൻ അമ്മ ആര്, അവളുടെ ആര്, എങ്ങനെയൊക്കെ ഞാൻ അവനോട് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ ഇത് കാര്യം ഇത്രയും ഗൗരവമാണെന്ന് എനിക്ക് പറയുന്നുണ്ട്. ചങ്ങാടം പിടിച്ച ഒരു പെണ്ണ്, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, ചങ്ങാടം പിടിച്ച പെണ്ണാണ്. ഒരു ഒന്ന് പ്രസവിക്കുമ്പോ ചക്കപ്പോത്ത് പോലെ. അപ്പൊ മുന്നേയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്തും അഫ്സലുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഉമ്മാക്കുള്ള ജാസ്മിനോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു കാര്യങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഈ വീഡിയോ കണ്ടിട്ട്
എങ്ങനെയുണ്ട് അഫ്സലിൻ്റെ ഉമ്മൻ്റെ പ്രതികരണം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ഇടുക. ഏതായാലും ഇതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തീർത്ത് പരസ്പരം എല്ലാവരും ഇഷ്ടത്തോട് കൂടിയിട്ട് അഫ്സലിന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഫ്സൽ അന്ന് സ്റ്റോറി ഇട്ട പോലത്തെ ഒരു അഫ്സലാണോ ഇപ്പോൾ? അത് അന്നത്തെ എന്താ പറയുക, ഒരു സമ്മർദ്ദം കൊണ്ടോ അല്ല മറ്റേ ആളുകൾ പറഞ്ഞിട്ടാണോ, അതോ ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ജാസ്മിനോട് സ്നേഹമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും ഞാനിപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ബന്ധം പോട്ടെ. എത്ര എതിർപ്പുകളുണ്ടെങ്കിലും ഇപ്പോൾ അഫ്സലിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഉമ്മയുടെ വാക്കാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അവരുടെ ഉള്ളിലൊക്കെ ജാസ്മിനുള്ള സ്ഥാനം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഏതായാലും ഇതിലൊക്കെ നല്ലൊരു രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ.